ഹായ് ഓൾ. അപ്പോൾ ഞങ്ങളിന്നൊരു യാത്ര പോവാം. എങ്ങോട്ടാണെന്നല്ലേ പറയാം. ഈ യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. മിസ് ചെയ്യരുത്, മസ്റ്റ് വാച്ച് വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് വെസ്റ്റ് മിഡ്ലാൻഡ്സിലുള്ളൊരു സഫാരി പാർക്കിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് ഞങ്ങൾ താമസിക്കുന്ന കവൻട്രിയിൽ നിന്ന് ഏകദേശം ഒരു 1 hour 10 minutes നിയർലി യാത്രയുള്ളൊരു സ്ഥലമാണ്. പക്ഷെ നമുക്കൊരു 1 day ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊരു 11 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 12-12:15 ആയപ്പോഴത്തേനും അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് സഫാരി പാർക്കിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് വേണേൽ ഡ്രൈവ് ത്രൂ ഉണ്ട്, അല്ലെങ്കിൽ സഫാരി പാർക്കിൻ്റെ ജസ്റ്റ് ഈ എൻട്രൻസിൽ കൂടെ പോയിട്ട് വാക്ക് ഇൻ ത്രൂ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കയറി വരുമ്പം തന്നെ അതിൻ്റെ 2 സൈഡിലും ഡിഫറെൻറ്റ് ടോയ്സും ഇതൊക്കെയുള്ള ഷോപ്സ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് കീ ചെയിൻസ് അങ്ങനെയുള്ള സാധനം, പിന്നെ ഫുഡ് കോർട്ട്സ് ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ മേടിച്ചിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ട് ഉള്ളിലേക്ക് പോകാവേ. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നൊരു മെഷീനുണ്ട്. സ്കാൻ ചെയ്തിട്ട് നമുക്കിതുപോലെ അകത്തേക്ക് പോകാം. അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു വില്ലേജ് ഫീലാണ്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പെൻഗ്വിൻ ഷോ ഒക്കെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പെൻഗ്വിൻ കുട്ടന്മാർ. അവന്മാരിങ്ങനെ വെള്ളത്തിൽ തുള്ളിക്കളിച്ച് ചാടിക്കളിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കുറച്ചൊരു ക്വിക്ക് യാത്രയായിരുന്നേ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ഡ്രൈവ് ത്രൂ ആയി എടുത്തത്. അപ്പം ഞങ്ങൾക്കൊരു 20-25 മിനിറ്റ് അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലിയ മോഡി ഡിസ്കവറി സോൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോയി അവന് ഇഷ്ടമുള്ളൊരു സോണിക്കിൻ്റെ ഒരു ടോയിയുടെ ഒരു വണ്ടി കണ്ടു. അതിനകത്ത് കയറിയിരുന്ന് എനിക്ക് കയറണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് വാശി പിടിച്ച് അവിടെ ഇരുന്ന് കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഡ്രൈവ് ത്രൂവിലേക്കാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത ഓരോ ആനിമൽസിനെ ഇനി കാണാൻ പോവാണ്. നമ്മുടെ കാറിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വേറൊരു സെപ്പറേറ്റ് ടിക്കറ്റ് സ്കാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോന്നിനും അതിനകത്ത് വോക്ക് ഇൻ ചെയ്യാനും അല്ലെങ്കിൽ ഡ്രൈവ് ത്രൂ ചെയ്യാനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ അതൊരു പാക്കായിട്ടാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ സൈഡിൽ ഇങ്ങനെ ആനിമൽസ് വന്ന് നിൽക്കും കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് എല്ലാ ആനിമൽസും ഇറങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ഏകദേശം ഞങ്ങൾ ഈ ഡ്രൈവ് ത്രൂവിനകത്ത് കയറിയത് ഒരു 1:15 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പണ്ടൊക്കെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള പോലെയും അല്ലെങ്കിൽ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ അല്ലേ ഉള്ളു സീബ്ര. ഇത്രയും അടുത്തൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയിലൊക്കെ കാണുമ്പോൾ അതിശയിക്കും. പക്ഷെ ഇത്ര അടുത്ത് കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. സീബ്രാനെയും റൈനോനെയും നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ അതുങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോകും കേട്ടോ. പക്ഷെ അതുങ്ങളൊന്നും മൈൻഡ് ചെയ്യാറില്ല, ഓസ്ട്രിച്ചിനെയൊക്കെ. പക്ഷേ അപ്പം അതുങ്ങളൊക്കെ ചിലപ്പം ഇങ്ങനെ ആൾക്കാരെ കാണുന്നതുകൊണ്ടായിരിക്കാം കേട്ടോ. പക്ഷെ നമ്മുടെ മാൻകുട്ടികളെയൊക്കെ ഇതുപോലെയുള്ള ഒരു വലയ്ക്കകത്തായിരുന്നു ഇട്ടിരുന്നത്. ചിലപ്പോൾ അതുങ്ങൾ ചാടി പോകുന്നുള്ളതുകൊണ്ടായിരിക്കാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരെ എന്താ പറയുന്നത് വൈൽഡ് ഡോഗും ലയണും ഒക്കെയുള്ള ഡെന്നിലേക്ക് കയറും. അതെ, എൻ്റെ വലത്ത് സൈഡിൽ അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലയൺ ഇങ്ങനെ ഇരിക്കുന്നത്. അതുങ്ങളൊക്കെ ഫുഡ് കഴിച്ച് ഉച്ചമയക്കത്തിലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇത് ഫോക്സൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പം രാവിലെ അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ വേണം ഇവിടെ വിസിറ്റ് ചെയ്യാൻ കേട്ടോ, സഫാരി പാർക്കിൽ. പക്ഷെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഇവിടെ എല്ലാം വിസിറ്റ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഒരു 1 day ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രാവിലെ ഒരു 10 o'clock ഒക്കെ ആകുമ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇവിടെ നടന്ന് കാണാനും പിന്നെ അതുപോലെ തന്നെ റൈഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോകാനായിട്ട് ഒരു 1-1.5 മണിക്കൂർ മുന്നേ ഇതുപോലെ ഡ്രൈവ് പോവുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് അങ്ങനെ തന്നെ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. പക്ഷെ നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു, നമ്മൾ ആദ്യമായിട്ട് വരുമല്ലേ. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് കാർഡിൽ കൂടെ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഓഫർ കിട്ടുമേ ഈ സഫാരി പാർക്കിൽ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഓരോ പ്രാവശ്യം ടിക്കറ്റ് എടുത്താൽ 2 times വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്കത്ര കറക്റ്റ് അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് കേട്ടോ നമുക്ക് ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് പിള്ളേരുമായിട്ട് കുട്ടികളുമായിട്ട്. ഇത് അവിടുത്തെ വില്ലേജുകളാണ്, അതായത് റിസോർട്ടുകളാണ്. റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഈ ജിറാഫ് കുട്ടന്മാരൊക്കെ ഇരിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ വണ്ടി നിർത്തുമ്പോൾ അതുങ്ങളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ പോകും. എല്ലാ ആനിമൽസും അതുപോലെ തന്നെയാണ് കേട്ടോ. ഈവൻ ലയണിനൊക്കെ അന്ന് ആ പാറപ്പുറത്തിരിക്കുന്നതാണേലും അതുങ്ങളെയൊന്നും
കൂട്ടിയിട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഈ വൈറ്റ് ടൈഗറിനെയും അതുപോലെ തന്നെ മറ്റേ ബ്രൗൺ ടൈഗറിനെയൊക്കെ മാത്രമേ അവർ കൂട്ടിയിട്ടിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ സഫാരി, അതായത് റൈഡിൻ കഴിഞ്ഞിട്ട്, അതൊരു 1.5 മണിക്കൂറുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വോക്കിൻ ചെയ്യാനുള്ള ഏരിയയിലേക്ക് എത്തി. കാരണം ഞങ്ങൾക്ക് അത് അറിയത്തില്ലാഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ റൈഡ് കഴിഞ്ഞല്ലോ, നമുക്കിനി വോക്കിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് വലിയ സെറ്റപ്പൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള കുറേ മത്സ്യങ്ങളും ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. നമ്മൾ ആ കയറി വില്ലേജിൽ ഞാൻ ആദ്യം വീഡിയോ കാണിച്ചില്ലേ, അതിനകത്ത് കയറി വരുന്ന വില്ലേജ്. അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓരോരോ സെക്ഷൻസാണ്. ലൈക്ക് ഡൈനോസറിൻ്റെ ഒരു സെക്ഷനുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലവും അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ശരിക്കൊരു ലൈവ്ലി ഫീലാണ് കേട്ടോ. ഈ ഡൈനോസറിനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ടി വിക്കകത്തും അല്ലെങ്കിൽ കാർട്ടൂണിനകത്തൊക്കെ അല്ലേ കാണുന്നുള്ളൂ. ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ അതുങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈവ്ലി ഫീലാണ് കേട്ടോ. നമ്മളൊരു ഡൈനോസർ ജീവിച്ചിരിക്കുന്ന കാട്ടിലേക്ക് കയറിയ പോലുള്ളൊരു ഫീലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ലിയം അവിടെ പോയിട്ട് ഡൈനോസറിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മുട്ടകളൊക്കെയാണ്, ഇതെന്തൊക്കെയാണെന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിനകത്തോടെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ അവിടെ ഒരു വലിയ പാറയുടെ മുകളിലൊരു ഡൈനോസറെ, ശരിക്കും അത് ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അത് നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫീല്. പക്ഷെ ഇത് കണ്ടപ്പോൾ ലിയാം പേടിച്ചു. അപ്പോൾ ലിയാം അത്രയും നേരം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് വെറും പാവയായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇതിനെ കണ്ടപ്പോൾ ലിയാം പറഞ്ഞു ജീവനുള്ള ഡൈനോസറുകൾ ഉണ്ടോ. പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ട് അവൻ കുഞ്ഞല്ലേ, അവന് മനസ്സിലായില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെപ്റ്റൈൽ വേൾഡിലേക്ക് കയറി. റെപ്റ്റൈൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കൾ ആ ഒരു വേൾഡാണ്. അപ്പം ഞങ്ങളിങ്ങനെ അതിനകത്തേക്ക് കയറി പലതരത്തിലുള്ള പാമ്പുകൾ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പാമ്പുകളെ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എല്ലാത്തിനെയും ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട് ഉള്ള സമയമില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല കുറേ എണ്ണങ്ങളൊക്കെ ഇങ്ങനെ അകത്തിങ്ങനെ ഒളിച്ചിരിക്കുമായിരുന്നേ. അതുകൊണ്ട് ശരിക്ക് അങ്ങോട്ട് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ വൺസ് എൻജോയ് ചെയ്യേണ്ട കാഴ്ചയാണ്. പിന്നെ അവിടെ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഇത് അനക്കോണ്ട എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. പെരുമ്പാമ്പ്, നമ്മുടെ നാട്ടിൽ പെരുമ്പാമ്പ് എന്ന് പറയും. എനിക്ക് തോന്നുന്നു പക്ഷേ പെരുമ്പാമ്പിനേക്കാളും നീളമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ചില്ലിൻ്റെ ഒരു സൈഡ് തൊട്ട് അങ്ങ് എൻഡ് വരെ വലിയ ഒരു പാമ്പ്, അതായത് പെരുമ്പാമ്പ് ആയിരിക്കാം കേട്ടോ. ഇനിയിപ്പം അനക്കോണ്ടയും പെരുമ്പാമ്പും രണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഇത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ആഫ്രിക്കൻ വോക്കിൻ വില്ലേജാണ്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല, അങ്ങോട്ട് കയറാനുള്ള ടൈമില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഓൾറെഡി വോക്കിനിലെത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയി. അതിനുശേഷം കുറേ റൈഡുകളല്ലേ, പിന്നെ റൈഡിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നേ. അങ്ങനെ നമുക്ക് പാരൻസിനും കയറാൻ പറ്റും കേട്ടോ, പിള്ളേരുടെ കൂടെ. പിന്നെ പിള്ളേരില്ലെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് കയറാനും പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങൾ റിസ്റ്റ് ബാൻഡും സെപ്പറേറ്റ് എടുത്തായിരുന്നു. ഇതും നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ സെപ്പറേറ്റ് എടുക്കണം കേട്ടോ. അങ്ങനെ ഓരോ റൈഡിലും, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ റൈഡിലും കയറുമ്പോൾ എനിക്കിങ്ങനെ കുട്ടിക്കാലം ഓർമ്മ വരും. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു റൈഡിൽ കയറുന്നത്. ഞാനെല്ലാം ഒരു റൈഡ് പോലും വിട്ടില്ല കേട്ടോ. എല്ലാ റൈഡിലും കയറി ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഓരോരോ ഡിഫറെൻറ്റ് സോണുകളുണ്ടായിരുന്നു അവിടെ. ആഫ്രിക്കൻ വില്ലേജ്, അതിനകത്തൂടെ കയറുമ്പോൾ നമുക്ക് കുറേ കുട്ടി ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെ പോകുന്നു ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എല്ലാം ഞങ്ങളിങ്ങനെ ക്വിക്ക് എക്സ്പ്ലോർ എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു സംഭവമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്ക് ടൈമില്ലാഞ്ഞുണ്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, രാവിലെ നമുക്ക് വരേണ്ടതായിരുന്നു, രാവിലെ വരുമായിരുന്നു, എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം കിട്ടിയേനെ. അതിനുശേഷം ഞങ്ങൾ എല്ലാവരോടും, അതായത് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, നിങ്ങൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ടും ഒരു 10 മണിയാകുമ്പോൾ പോയിട്ട് നിങ്ങൾ നേരെ എല്ലാ പ്ലേസും വിസിറ്റ് ചെയ്യണമെങ്കിൽ. ഞങ്ങൾ കുറേ പ്ലേസൊക്കെ ഞങ്ങൾ മിസ് ചെയ്തു കേട്ടോ. പക്ഷേ റൈഡുകളൊന്നും വിട്ടില്ല, എല്ലാ റൈഡിലും കയറി. എക്സെപ്റ്റ് ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ പോയിട്ട് താഴോട്ട് ഒറ്റ ഇടുന്ന ഒരു റൈഡില്ലേ, അതൊഴിച്ച് ബാക്കി എല്ലാത്തിലും ഞാനും ലിയാമും കയറി. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. എന്തായാലും ഒന്നും പറയാനില്ല. നമ്മൾ എടുക്കുന്ന പൈസയ്ക്ക് ഭയങ്കര വേർത്തായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. വലിയ പൈസ ആവത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് 3 പേർ കൂടെ ആയത് ഏകദേശം ഒരു നിയർലി ഒരു 75 പൗണ്ടിനടുത്താണ്. എന്തായാലും എല്ലാവരും മസ്റ്റ് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റ, ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.